ഗൾഫുകാരൻ്റെ ഭാര്യ തൂങ്ങി മരിച്ച് എന്തിനാണെന്നോ ആരാണ് ഉത്തരവാദിയെന്നോ ഒരു പിടിയുമില്ല. ഭയങ്കര ഞെട്ടലായിപ്പോയ വാർത്ത. അങ്ങനെ പോലീസ് എത്തി ആ പെൺകുട്ടിയുടെ മൊബൈൽ പരിശോധിച്ചപ്പോൾ തകർന്ന് തരിപ്പണമായി പോകുന്ന കാഴ്ചയാണ് ആ മൊബൈൽ കണ്ടത്. എന്തായിരിക്കും എല്ലാവരും ആ മൊബൈൽ കണ്ട കാഴ്ച അല്ലേ? കേട്ടാലോ. ഗൾഫുകാരൻ്റെ ഭാര്യ തൂങ്ങി മരിച്ച് ഒരു വല്ലാത്ത സംഭവമായിപ്പോയി. കൊല്ലം പരവൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ പെൺകുട്ടിക്ക് ലത എന്നുള്ള ഒരു സാങ്കല്പിക പേര് കൊടുക്കാം. ഭർത്താവിൻ്റെയും മക്കളുടെ 2 മക്കളുണ്ട് അവർക്ക്. ആ മക്കളുടെയൊക്കെ സ്വകാര്യത മാനിച്ചുകൊണ്ട് നമുക്ക് ലത എന്ന സാങ്കല്പിക പേര് കൊടുക്കാം. കാരണം അത്രയ്ക്ക് അവർക്ക് ആ കുടുംബത്തിന് മാനഹാനി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ആ സംഭവം നമുക്ക് വഴിയെ പറയാം. എന്തായാലും പെൺകുട്ടി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച് നാട്ടുകാർക്കെല്ലാം വല്ലാത്ത അതിശയമായിപ്പോയി. സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി തൂങ്ങി മരിക്കുമ്പോൾ ആരെയായിരിക്കും ആദ്യം സംശയിക്കുന്നത്? നിങ്ങൾ പറ. ഭർത്താവിനെ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ ഭർത്താവിനെ സംശയിക്കാൻ പാടില്ല. കാരണം അയാൾ അത്രയും സ്നേഹസമ്പന്നനാണ്. ഭാര്യയെ പൊന്നുപോലെ നോക്കുന്നതാണ്. കിട്ടുന്ന പൈസ മുഴുവൻ, ഗൾഫിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ അയാളുടെ ചെലവ് മാറ്റി വെച്ച് ബാക്കിയെല്ലാം ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. ഇഷ്ടംപോലെ സ്വർണം, വീട് എന്ന് വേണ്ട എല്ലാ സുഖങ്ങളും നേടിക്കൊടുത്ത ആളാണ് ഈ ഭർത്താവ്. അതുകൊണ്ട് തന്നെ ആർക്കും ഭർത്താവിന് ഒരു സംശയം പോലും ഇല്ല. എല്ലാവരും കണ്ടിട്ടുണ്ട് നാട്ടിലൊക്കെ ഈ ഭർത്താവ് വരുമ്പോഴത്തേക്ക് ഭാര്യയുമായിട്ട് കഴുത്തെ ചുറ്റിക്കൊണ്ട് പോകുന്നതും അടിച്ചു പൊളിച്ച് പോകുന്നതും ഇഷ്ടംപോലെ ആഹാരം വാങ്ങി കൊടുക്കുന്നതൊക്കെ നാട്ടുകാരെല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഭർത്താവിന് ഒരു സംശയം പോലും ഇല്ല. പിന്നെ ആരായിരിക്കും സംശയിക്കേണ്ടത്? സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ അമ്മയായിരിക്കും. ആയിരിക്കും അമ്മായിയമ്മയും മരുമോളും ചേർന്ന് പോകുക എന്നുള്ളത് വലിയൊരു പാടാണല്ലേ? പക്ഷേ ഇവിടെയും ഈ അമ്മായിയമ്മയെ സംശയിക്കേണ്ട സാഹചര്യം ഒന്നും വരുന്നില്ല. അമ്മായിയമ്മ ഈ മകളെ പോലെയാണ് നോക്കുന്നത്. ആദ്യമൊക്കെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞൊരു ആരോപണമുണ്ട്, ഈ അമ്മായിമ്മ കാരണമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ നാട്ടുകാരും ഇവർ സാഹചര്യ തെളിവൊക്കെ നോക്കുമ്പോൾ അമ്മായിയമ്മയ്ക്ക് ഈ മരണത്തിൽ യാതൊരു പങ്കുമില്ല. അങ്ങനെ ഭർത്താവിനെയും ഈ മാതാവിനെയും വെറുതെ വിട്ട് ഇനി ആരാണ് ഇതിന് ഉത്തരവാദി അല്ലേ? പെൺകുട്ടി സ്വാഭാവികമായിട്ടും തൂങ്ങി മരിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് 2 കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുള്ള പെൺകുട്ടിയാണിത്. ആ പെൺകുട്ടി എല്ലാ സ്വപ്നങ്ങളും അവസാനിപ്പിച്ചിട്ട് തൂങ്ങി മരിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണക്കാരനുണ്ട്, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും മൃതദേഹമൊക്കെ കെട്ടഴിച്ച് നിലത്ത് കിടത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിനൊക്കെ അയച്ചു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ഇനി പ്രേരണ കുറ്റം, ആരാണ് ഇതിന് പ്രേരിപ്പിച്ചത് അല്ലേ? അതല്ലേ അറിയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ആദ്യം എന്താ നോക്കുന്നത്? മൊബൈൽ ഫോൺ. ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ പോലീസ് ഇങ്ങനൊരു വെപ്പ് വെച്ചു. കാരണം 3 നമ്പറിലേക്ക് മണിക്കൂറുകളോളാണ് ഈ പെൺകുട്ടി സംസാരിച്ചിരിക്കുന്നത്, അതും രാത്രിയും പകലും ഒക്കെ. ആദ്യത്തെ നമ്പറിൻ്റെ ആളെ പിടികിട്ടി, അത് ഭർത്താവാണ്, ഗൾഫിലുള്ള ഭർത്താവുമായിട്ടുള്ള സംസാരമാണ്. ഒരുപാട് നല്ല സ്നേഹ തുളുമ്പുന്ന ചാറ്റുകളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഒരുപാട് സ്നേഹമുള്ള ആളാണ് ഭർത്താവ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് മനസ്സിലായി. ഇനി 2ാമത്തെ നമ്പർ, അതും മണിക്കൂറുകൾ നീളുന്ന സംഭാഷണമാണ്. വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, ചാറ്റിംഗ് ഉണ്ട്, കോളിംഗ് ഉണ്ട്, അങ്ങനെ ഒരു ഫോൺ നമ്പർ. ഇനി മറ്റേ നമ്പർ അത് തന്നെയാണ്, അത് ഇതുപോലെ തന്നെയാണ്, ചാറ്റിങ്ങും ചീറ്റിങ്ങും എല്ലാം ആ നമ്പറിലും ഉണ്ട്. ഒരു നമ്പർ ഒഴിവാക്കാം, ഭർത്താവിൻ്റെ നമ്പർ ഒഴിവാക്കാം. പിന്നെ ഈ 2 നമ്പർ ആരെയാണ്? അങ്ങനെ പോലീസ് ഈ നമ്പർ തപ്പി ഇങ്ങനെ രംഗത്തിറങ്ങിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടിമലത്തുറയിൽ, അതായത് വിഴിഞ്ഞത്തിനടുത്തുള്ള അടിമലത്തുറയിൽ ടവർ ലൊക്കേഷനിൽ ഈ നമ്പറിൻ്റെ ആളെ കാണിക്കുന്നു. പോലീസ് പരക്കം പറഞ്ഞ് അവിടെ എത്തിയപ്പോൾ ആളെ കിട്ടി. ഇതാണ് കക്ഷി, രാഹുൽ എന്ന് പറയുന്ന 30കാരൻ. ആള് ലഹരിയുടെയും അങ്ങനെയുള്ള കച്ചവടം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരനാണ്. ഇതാണ് ജോലി. ആലോചിച്ച് നോക്കിയേ, ഗൾഫുകാരൻ്റെ ഭാര്യ സ്നേഹിച്ച ആളുടെ ജോലി കണ്ടല്ലോ, ലഹരി കച്ചവടക്കാരൻ. അപ്പോൾ എന്തായാലും ഇനി മറ്റേ കണ്ടുപിടിക്കണമല്ലോ. മറ്റേ ആളെയും കണ്ടുപിടിച്ചു. കിഷോർ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീടൊക്കെ വെച്ച് കൊടുക്കുന്ന ആളാണ് മറ്റൊരാൾ. എന്തായാലും പോലീസ് ആ ദിവസത്തെ ഫോൺ ചാറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഒരു 54-56 മിനിറ്റാണ് വീഡിയോ കോൾ വഴി ഈ പെൺകുട്ടിയും ഈ രാഹുൽ എന്ന് പറയുന്ന ആളും തമ്മിൽ വീഡിയോ കോൾ ചാറ്റ് നടന്നിരിക്കുന്നത്. ആ ചാറ്റിന് ശേഷമാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തായിരിക്കും അന്ന് സംഭവിച്ചതല്ലേ? അവൻ്റെ വാക്കുകളോ അല്ലെങ്കിൽ അവൻ പറയാൻ പാടില്ല എന്തോ പറഞ്ഞിട്ടുണ്ട്, അതിന് മനന്നൊന്താണ് ഈ പെൺകുട്ടി കെട്ടിത്തൂങ്ങി മരിച്ചത്. എന്തായിരിക്കും അല്ലേ? പോലീസ് ഇവനെ നല്ല രീതിയിൽ കുടഞ്ഞു കേട്ടോ. ഇവൻ തത്ത പറയുന്ന പോലെ പേടിത്തൊരു പയ്യനാണ് കേട്ടോ. പോലീസ് പിടിച്ചപ്പോൾ നിന്ന് കരയുകയാണ്, സാറേ എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാൻ അറിയാതെ ചെയ്തു പോകാന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി കരയുകയാണ്. പക്ഷെ പെട്ടുപോയാലേ എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് പോലീസ് അവനെ വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന കുറേ കഥയാണ് പോലീസിന് കിട്ടിയത്. ഇവൻ്റെ മാത്രമല്ല, ഇവൻ്റെ കൂടെയുള്ള മറ്റേ കിഷോർ എന്ന് പറയുന്ന പയ്യൻ്റെയും ഞെട്ടിക്കുന്ന കഥ കേട്ടപ്പോൾ പോലീസിന് പോലും തല ഇറങ്ങിപ്പോയി. അമ്മാതിരി കഥയാണ് ഇവന്മാർക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമോ? ഗൾഫുകാരൻ്റെ ഭാര്യയാണ്, ഒരുപാട് സെറ്റപ്പുള്ള സാമൂഹ്യ പശ്ചാത്തലമുള്ള 2 കുട്ടികളുള്ള എല്ലാ രീതിയിലും സന്തോഷമായിട്ട് ജീവിക്കുന്ന പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് പിന്നെ അവശേഷിച്ചത്. എന്തായാലും നമുക്ക് ഈ കഥയിലേക്ക് വരാം. പെൺകുട്ടി ഭർത്താവ് ഗൾഫിലാണല്ലോ. അങ്ങനെ ഈ പെൺകുട്ടി ബോറടിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി ഈ 2 ചങ്ങാതികളെയും പരിചയപ്പെടുകയാണ്, രാഹുലും മറ്റേത് കിഷോറും.
അങ്ങനെ മിടുക്കിയായ പെൺകുട്ടി 3 പേരെയും ആരൊക്കെ, ഭർത്താവ്, ഈ പറഞ്ഞ രാഹുൽ, മറ്റേ കക്ഷിയായ കിഷോർ, അങ്ങനെ 3 പേരെയും ഒരുപോലെ കൊണ്ടുപോവുകയാണ്. ആർക്കും വിഷമം വരാൻ പാടില്ല. 3 പേർക്ക് സ്നേഹവും സമാധാനവും സ്വാതന്ത്ര്യവും എല്ലാം കൊടുത്തുകൊണ്ട് പെൺകുട്ടി ഇങ്ങനെ മുന്നേറുകയാണ്. അപ്പോഴാണ് ഇടുത്തി വെട്ടിയതുപോലെ ആ വാർത്ത കേൾക്കുന്നത്. ഗൾഫിലുള്ള ഭർത്താവ് നാട്ടിലേക്ക് വരാനുള്ള സമയമായി. അയാൾ ഭയങ്കര സന്തോഷത്തോടെ വരികയാണ്. ഭാര്യയെ കാണണം, മക്കളെ കാണണം, അവർക്ക് അവരോടൊപ്പം ജീവിക്കണം, അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ട് മണലാരണ്യത്തിൽ പണിയെടുത്ത് ക്ഷീണിച്ച് വേർത്തൊലിച്ച് ഭർത്താവ് നാട്ടിലേക്ക് വരികയാണ്. അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുകയാണ് ഭാര്യയുടെ. ഇനിയിപ്പോൾ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം തകർന്ന് തരിപ്പണമാവും, നിർത്തണം ഈ ബന്ധം. അങ്ങനെ കർശനമായിട്ട് ഈ പെൺകുട്ടി രാഹുലിനോടും മറ്റവനോടും പറയുകയാണ്, കിഷോറിനോട് പറയുകയാണ്, ഇനി പറ്റത്തില്ല കേട്ടോ, കുറച്ചാൾ നമുക്ക് അടങ്ങിയിരുന്നേ പറ്റത്തുള്ളൂ. ഭർത്താവ് തിരിച്ചു പോയിട്ട് നമുക്ക് വീണ്ടും ബന്ധം സ്ഥാപിക്കാം. മറ്റവൻ കേട്ടു, കിഷോർ കേട്ടു. പക്ഷേ ഈ രാഹുൽ എന്ന് പറയുന്ന ലഹരി കച്ചവടക്കാരൻ കേൾക്കുന്നില്ല. അവൻ എന്തിൻ്റെ സുഖം അറിഞ്ഞു, പക്ഷേ ആ സുഖം പെട്ടെന്ന് അങ്ങനെ നിർത്താൻ ഒക്കത്തില്ല. അവൻ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയി പറ്റും. അവൻ ഉണ്ടായാലും തൻ്റെ ഭർത്താവ് ഉണ്ടായാലില്ലേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയി പറ്റുമെന്നുള്ള വാശി നിൽക്കുകയാണ്. പെൺകുട്ടിയും കലിപ്പിലായി, ഇവനും കലിപ്പിലായി. കലിപ്പിനൊടുവിൽ രാഹുൽ എന്ന് പറയുന്ന ഇവൻ പറയുകയാണ്, ഒരു കാര്യം ഞാൻ ചെയ്യും കേട്ടോ, നമ്മൾ തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഭർത്താവിന് അയച്ചു കൊടുക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയും, നിൻ്റെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കും. അറിയാമല്ലോ, ശരിയാണ്. പെൺകുട്ടി ഇവിടെ തകർന്നു പോവുകയാണ്. കാരണം അവരുടെ സ്വകാര്യ നിമിഷത്തിലെ ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഈ പന്നൻ്റെ കയ്യിലുണ്ട്. അതെങ്ങാനും പുറത്ത് പോയി കഴിഞ്ഞുള്ള മാനക്കേടും നാണക്കേടും പറയണ്ടല്ലോ. ഭർത്താവിൻ്റെ കയ്യിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ജീവിതം. അതുമാത്രമല്ല, ഇതിനിടയ്ക്ക് പല രീതിയിൽ ഇവരുടെ സ്വർണവും പണവും ഒക്കെ ഇവൻ കൈക്കലാക്കിയിട്ടുമുണ്ട്. അതൊന്നും തിരിച്ചു കൊടുത്തിട്ടുമില്ല. ആകെപ്പാടെ ഇവൻ വല്ലാത്തൊരു തലവേദനയായിട്ട് ഈ പെൺകുട്ടിക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവളുടെ മനസ്സിൽ ഇവൻ്റെ ശല്യക്കാരനായിട്ട് മാറി. എങ്ങനെയെങ്കിലും ഈ ബാധയെ ഒഴിവാക്കണം. ഈ ബാധയൊട്ട് ഒഴിഞ്ഞു പോകുന്നുമില്ല. ബാധ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. ഇവൻ്റെ ആ ഭീഷണിയിൽ പെൺകുട്ടി തകർന്ന് തരിപ്പണമായി. എന്നെ നീ വെറുതെ വിടറാ, നിനക്ക് തരവെല്ലാം തന്നില്ലേ, ഭർത്താവ് വരുന്നു, എനിക്ക് അയാളോടൊപ്പം ജീവിച്ചേ പറ്റുമെന്നുള്ള ആ വാക്കിലൊന്നും ഇവൻ കേൾക്കുന്നില്ല. രാഹുൽ കേൾക്കുന്നില്ല. ഇവനിങ്ങനെ അട്ട കടിച്ചു പിടിച്ചതുപോലെ കിടക്കുകയാണ്. പിന്നെ ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, തൻ്റെ ജീവിതം നശിച്ചിരിക്കുകയാണ്. ഇനി ഇത് ഭർത്താവിൻ്റെ കയ്യിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തകർന്ന് തരിപ്പണമാവും. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ഒരു മുഴം കയറിൽ ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കുന്നു. 2 കുട്ടികളെ ഓർക്കുന്നില്ല, സ്നേഹസമ്പന്ന ഭർത്താവിനെ ഓർക്കുന്നില്ല, തൻ്റെ ഭാവിയെപ്പറ്റി ഒന്നും ഓർക്കാതെ ആ ജീവിതം അവിടെ അവസാനിപ്പിച്ചു. അല്ലേ, എന്ത് നിസ്സാരമായിട്ടുള്ളൊരു കഥയാണ്. പക്ഷേ ചിന്തിച്ച് നോക്ക്, ഒന്നും അറിയാതെ ഭാര്യ സ്നേഹിക്കാൻ വേണ്ടി എത്തുന്ന ഭർത്താവ്, 2 പിഞ്ചു മക്കൾ, അവരെയൊന്നും ഓർക്കാതെയാണ് പെൺകുട്ടി ആ കടുങ്കൈ ചെയ്തത്. വല്ലാത്തൊരു ദുരന്തമായി പോയി പെൺകുട്ടിയുടെ ജീവിതം സംഭവിച്ചത്. അങ്ങനെ ആ പെൺകുട്ടിയുടെ മരണത്തിൽ ഇവന് പങ്കുണ്ടെന്ന് കണ്ടെത്തി ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയിട്ട് അവനെ തട്ടി അകത്താക്കി. ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ജീവിതം. ഒന്ന് ആലോചിച്ച് നോക്കി, ആ പെൺകുട്ടിക്ക് ഭർത്താവിനെയും മക്കളെയും നോക്കി സുഖമായിട്ട് ജീവിക്കാവുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ കണ്ട കഞ്ചാവ് കച്ചവടക്കാരനെയും മറ്റവനെയൊക്കെ പിടിച്ച് വീട്ടിനുള്ളിലാക്കി. അവസാനം ഇവൾ പുറത്തുമായി. ചുരുക്കി പറഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട അവസാനം മേളിലേക്കൊരു പോക്കും പോയി. ആ ജീവിതം കുട്ടിച്ചോറായി. കുഞ്ഞുങ്ങൾക്കും ഇല്ലാതായി, ഭർത്താവിനും ഇല്ലാതായി. ഇങ്ങനെ വഴിതെറ്റി ജീവിക്കുന്നവർക്ക് ഇത്തരം സ്ത്രീകളുടെ ജീവിതം ഒരു പാഠമാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ. നന്ദി, നമസ്കാരം.